നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചാനൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഷയം സ്വർണ്ണക്കൊള്ള. സ്വർണ്ണക്കൊള്ളയിലെ പ്രധാനികളെ അറസ്റ്റ് ചെയ്തു. ഇതാണ് വിഷയം. അതിൽ പാനലിലായി ഇരിക്കുന്നത് മറ്റാരുമല്ല, ജേക്ക് സി തോമസ് ആണ്. ഒപ്പം കോൺഗ്രസിൽ നിന്നും രാജു പി നായരും ഉണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ നിരീക്ഷകരും ഒപ്പം ശില്പി അടക്കമുള്ളവരും ഉണ്ട്. അതായത് ഈ സ്വർണ്ണപ്പാളിയുടെ യഥാർത്ഥ ശില്പി അടക്കമുള്ളവർ ആ പാനലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വിഷയം ഇത്രയും പ്രാധാന്യത്തോടു കൂടി ഈ ഒരു വിഷയം കത്തിക്കയറുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ അതിൽ പ്രധാനമായും ഈ ജേക്ക് സി തോമസ് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ നിലപാട് ഇതാണ്: എന്തിനാണ് അതായത് ഈ CPM-നെ എന്തിനാണ് വെറുതെ കുറ്റം പറയുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ചോദ്യം. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് ഈ നമ്മുടെ രാജു പി നായർ പറയുന്നുണ്ട്, ഈ എന്നെ സ്വർണ്ണക്കള്ള എന്ന് വിളിക്കരുതേ എന്ന് താഴ്മയെ അപേക്ഷിക്കുന്ന ഒരു മന്ത്രി ആയിരുന്ന ഒരു MLA ഉള്ള ഒരു പാർട്ടിയാണ് CPM എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ജേക്ക് സി തോമസ് എടുത്തു പറയുന്നുണ്ട്, അത്തരത്തിലുള്ള ഇതൊന്നും വേണ്ട, അത്തരത്തിലുള്ള സംസാരമൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ രാജു പി തിരിച്ചു പറയുന്നുണ്ട്, പൊട്ടത്തരം വിളിച്ചു പറഞ്ഞിട്ട് അവിടെ മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പൊട്ടാതൊന്നും വിളിച്ചിട്ടില്ല. പക്ഷെ ജേക്ക് പറയുന്നത് എന്താണ്? മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണ പോലെയാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ജേക്കിന് ആ പോയിന്റ് കിട്ടി. ഏത്? പൊട്ടത്തരം എന്ന പോയിന്റ് കിട്ടി. ആ പോയിന്റിൽ കയറി പിടിക്കുകയായിരുന്നു. ആ പോയിന്റിൽ കയറി പിടിച്ചിട്ട് ആ ചർച്ച തന്നെ അലങ്കോലമാക്കി കൈ കൊടുത്തു. പറയാനൊന്നും സമ്മതിക്കുന്നില്ല. കാരണം ഇവിടെ കോൺഗ്രസിന് കൃത്യമായ തെളിവുകൾ സഹിതമുള്ള പോയിന്റ് പറയാനുണ്ട്. പക്ഷെ ജേക്ക് അതിലൊന്നിനും സമ്മതിക്കുന്നില്ല. ജേക്ക് എന്തിന് പൊട്ടത്തരം അല്ലെങ്കിൽ പൊട്ടത്തരം എന്ന് പറഞ്ഞു എന്നാ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന് പൊട്ടൻ എന്ന് വിളിച്ചു? പൊട്ടത്ത വാക്കോട് ഉപയോഗിച്ചിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ പൊട്ടത്തരം എന്തിന് പറഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത് ആങ്കറിനോടാണ്. ആങ്കർ ഇടപെട്ട് സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആങ്കർ ഇടപെടാത്തത് എന്തുകൊണ്ടാണ് എന്ന് ആവർത്തിച്ച് ജയിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് രാജു പറയുന്നുണ്ട്, നിങ്ങൾ അതിലൊന്നും ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ അതിൽ കയറി ഒന്നും പിടിക്കരുത്. പറയാനുള്ള കാര്യം എനിക്ക് കൃത്യമായി പറയാനുണ്ട്. എനിക്ക് തെളിവ് സഹിതം നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പറയാനുമുണ്ട്. അതുകൊണ്ട് അതിലൊന്നും കാര്യം നിങ്ങൾ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രമല്ല, പ്രത്യേകിച്ച് അവർക്ക്, അതായത് ജയിക്കിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒറ്റ വാക്കുകാർ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജേക്ക് വീണ്ടും പറയുന്നു, എനിക്ക് കോൺഗ്രസിനെ ഒന്നും പഠിപ്പിക്കാൻ സമയമില്ല, കോൺഗ്രസിനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് അതൊരു പാർലമെന്ററി വാക്കല്ല. അൺപാർലമെന്ററിയും അതിനേക്കാൾ മുകളിലും നിൽക്കുന്ന വാക്കുകളാണ് ഈ പറയുന്ന നേതാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെയാണ് ഈ പറയുന്ന പോലെ തന്നെ സാധാരണ ഒരു ഭാഷ എന്ന രീതിയിൽ പറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷെ അതിൽ കയറി പിടിച്ചു. ജേക്കിന്റെ പൊതുവായുള്ള സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. എന്റെ പൊന്നു ജേക്കെ, ചുമ്മാ വീണ്ടും മാറാൻ നിൽക്കല്ലേ എന്ന് പലരും ഇതിന്റെ കമന്റുകളായി ഇടുന്നുണ്ട്. JK പൊട്ടത്തരം വിളിച്ചു പറയാതെ എന്നല്ലേ പറഞ്ഞോളൂ, എന്ത് മാന്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. JK പൊന്നു JK, ദൈവത്തെ ഓർ നിങ്ങൾ ചർച്ചയ്ക്ക് വരരുത്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് അഴുകുന്നത്? കണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ ചർച്ചയുടെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കയ്യിൽ കാണുന്നത് ബ്രേസ്ലെറ്റ് ആണോ എന്നുള്ള സംശയം. പിന്നെ ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ കോടതി SIT രൂപപ്പെടുത്തി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ശരി, കോടതി SIT രൂപപ്പെടുത്തി അന്വേഷണം നടക്കട്ടെ, ഇല്ലേ? ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോ ഇപ്പൊ അകത്ത് കിടക്കുന്നത് അങ്ങയുടെ സഹപ്രവർത്തകരല്ലേ? അങ്ങയുടെ സഹപ്രവർത്തകർ രണ്ടുപേരല്ലേ? 2 പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റായാൽ, 1 പ്രാവശ്യം MLA ആയാൽ അല്ലേ അകത്ത് കിടക്കുന്നത്? CIT-ന്റെ നേതാക്കന്മാരല്ലേ അകത്ത് കിടക്കുന്നത്? സാധനം വീടിന് പോയിട്ടുണ്ടോ? ഉളുപ്പെന്ന് പറയുന്ന സാധനം പോയിട്ടുണ്ടോ? അല്ല, സത്യമല്ലേ? അങ്ങയുടെ പത്മകുമാർ നിങ്ങളുടെ സഹപ്രവർത്തകനല്ലേ? അല്ലേ? ജേക്സി തോമസ് പറ, പത്മകുമാർ നിങ്ങളുടെ മര്യാദകേട് വിളിച്ചു പറയുന്ന ഒരാളെ കോൺഗ്രസ് ആണ് എന്ന ഒറ്റ കാരണത്താൽ ഇരുത്തി വിളിപ്പിക്കാൻ അങ്ങേക്ക് അങ്ങേക്ക് ഉളുപ്പിലെ തുടങ്ങിയ വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നോക്കൂ, ഈ കേസിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ഇതിലൊരു വാക്കിൽ പിടിച്ചുകൊണ്ട് അതിൽ തൂങ്ങി ചർച്ച ബഹളത്തിൽ അവസാനിപ്പിക്കുന്ന നല്ല തന്ത്രമാണ്. ആ തന്ത്രമാണ്, ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കൃത്യമായി ലഭിച്ചോ എന്നൊരു ചർച്ച അവസാനിക്കുമ്പോൾ എല്ലാവർക്കും ഒന്ന് മനസ്സിരുത്തി ആലോചിക്കാം. തിരുവനന്തപുരം എയർപോർട്ടിന് വില ചോദിച്ചതാണോ? ഞാൻ ചോദിക്കുന്നുള്ളൂ. ശരി, അങ്ങ് തിരുവനന്തപുരം എയർപോർട്ടിന്റെ വില ചോദിച്ചതാണോ സർക്കാർ? കോൺഗ്രസ് നേതാവിന്റെ നിലപാടും കുറഞ്ഞ വർത്തമാനങ്ങൾ മറുപടി പറയാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ആളുകൾ കാണും. നിലപാടിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. നമ്മൾ സമയം കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ നിലപാടിനെ ചോദിച്ചാണ്. അങ്ങ് തിരുവനന്തപുരം എയർപോർട്ടിന്റെ വില ചോദിച്ച ആളല്ലേ?